നമ്മളെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര പാതിയിൽ നമ്മൾ മതിയാക്കും. എങ്കിൽ ഈ ദിവസം നമ്മൾ ഓർക്കേണ്ട ഒരാളുണ്ട്. ലോകം കണ്ട വലിയ എഴുത്തുകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 99ാം ജന്മദിനമാണ്. മാർക്കേസിൻ്റെ ജീവിതത്തിലെ ഒരു സന്ദർഭം ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതാൻ തീരുമാനിച്ച സമയം ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം എഴുതാനിരിക്കുന്നത്. കയ്യിൽ ഒരു നയ പൈസ പോലുമില്ല. കാർ വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. മാസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഒടുവിൽ വീട്ടുപകരണങ്ങൾ വരെ വിൽക്കേണ്ടി വന്നു. 18 മാസം എടുത്തു ആ പുസ്തകം പൂർത്തിയാക്കാൻ. ഒടുവിൽ അത് പ്രസാധകൻ അയക്കാൻ നോക്കുമ്പോൾ കയ്യിലുള്ളത് വെറും 82 പെസോ മാത്രമാണ്. ആകെ അയക്കേണ്ട പേജുകളുടെ പകുതി പോലും അയക്കാൻ ആ പണം തികയില്ല. പകുതി ഭാഗം മാത്രം അയച്ചു. ബാക്കി അയക്കാൻ പണമില്ലാത്തതിനാൽ ഭാര്യയുടെ മിക്സിയും ഹെയർ ഡ്രയറും വരെ വിൽക്കേണ്ടി വന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മെഴ്സിഡസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയ ഈ പുസ്തകം മോശമായി പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പക്ഷേ മാർക്വേസ് തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ലോക സാഹിത്യം തന്നെ മാറിമറിഞ്ഞു. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നൊബേൽ സമ്മാനത്തിൻ്റെ നെറുകയിലേക്കൊക്കെ അദ്ദേഹം പിന്നീട് നടന്നു കയറി. പുതിയ പതിപ്പുകൾ ഇറങ്ങിയതോടെ സമ്പത്തും വന്നു ചേർന്നു. തൻ്റെ സ്വപ്നത്തിൽ കഴിവിൽ അത്രമേൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകൾ അപ്പാടെ കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യം പോലും പിന്നീടുണ്ടായിരുന്നു. അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ നോവലിനായി, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കായി ലോകം കാത്തിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൻ്റെ സ്വപ്നം നേടിയെടുക്കാൻ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു അന്ന് മാർക്കേസിന്. പക്ഷേ 6 പതിറ്റാണ്ടോളമായി അദ്ദേഹത്തിൻ്റെ ആ കൃതിയെപ്പറ്റി ലോകം പറയുന്നു. ഓട്ടം ഓഫ് ദ പേട്രിയാർക്കും ലവ് അറ്റ് ദ ടൈം ഓഫ് കോളറയും ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർട്ടോൾഡും നമ്മളിന്ന് വായിക്കുന്നു. ആ സാഹിത്യ സൃഷ്ടികളോളം മാർക്കേസിൻ്റെ ജീവിതവും നമുക്ക് പ്രചോദനം നൽകുന്നു. മാർക്കേസ് പറഞ്ഞതുപോലെ, മനുഷ്യൻ പ്രായമാകുമ്പോൾ സ്വപ്നം കാണുന്നത് നിർത്തുകയല്ല, മറിച്ച് സ്വപ്നം കാണുന്നത് നിർത്തുമ്പോഴാണ് അവർക്ക് പ്രായമാകുന്നത് എന്ന്. അതുകൊണ്ട് പ്രായമല്ല കാര്യം. നമ്മുടെ സ്വപ്നം എത്ര വലുതാകട്ടെ, മുന്നിലെ തടസ്സങ്ങൾ എത്ര കഠിനമാകട്ടെ, നിരാശപ്പെടരുത്. മാർക്വേസിനെ പോലെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ലോകം നമുക്കായി കാത്തിരിക്കുകയാണ്.